നമസ്കാരം. എല്ലാവർക്കും ശ്രീകൃഷ്ണകൃപാ ചാനലിലേക്ക് സ്വാഗതം. ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ചില കഥകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. ഇന്നും അത്തരത്തിലുള്ളൊരു കഥയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരിടത്തൊരിടത്ത് സാധുവായ മൃഗസ്നേഹിയായ ഒരു പാൽക്കാരൻ ജീവിച്ചിരുന്നു. അയാൾ ദിവസവും പാല് നിറച്ച കുപ്പികളുമായിട്ട് രാവിലെ വീടുകൾ തോറും എത്തുമായിരുന്നു. എന്നും അയാൾ പോകുന്ന വഴിയിൽ അയാളെയും കാത്ത് കുറേ തെരുവ് പൂച്ചകൾ കാത്തുനിൽപ്പുണ്ടാവും. സാധുവായ ആ മനുഷ്യൻ എന്നും തൻ്റെ കൈവശം കരുതിയിരിക്കുന്ന എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ, അത് അപ്പമോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ആ പൂച്ചകൾക്ക് നൽകാറുണ്ട്. ഒപ്പം കുറച്ച് പാലും നൽകാറുണ്ടായിരുന്നു. ഇതായിരുന്നു പതിവ്. ഒരു ദിവസം അയാൾ പാലുമായി എത്താൻ ഒരുപാട് വൈകി. വരുന്ന വഴിയിലൊക്കെ നോക്കിയപ്പോൾ പതിവായി കാണുന്ന ഒരു പൂച്ചകളെയും കാണുന്നില്ല. വീണ്ടും അയാൾ കുറച്ച് ദൂരം കൂടി നടക്കുമ്പോൾ ഒരു പൂച്ച മാത്രം കുറച്ചകലെ പതിവ് സ്ഥലത്ത് അയാളെയും പ്രതീക്ഷിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു പൂച്ചയെ കണ്ടിട്ട് അയാൾ അത്ര കാര്യമായി ഗവനിച്ചില്ല. കാരണം എന്നും കൂട്ടം കൂടി നിൽക്കുന്നവയാണ്. അന്നത്തെ ദിവസം ഒരു പൂച്ച മാത്രമായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് അയാൾ സാധാരണ പോലെ പാല് കൊടുക്കാനൊക്കെ പോയി. അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് തിരികെ എത്തുന്ന സമയം വരെ ആ പൂച്ച അയാളെയും കാത്ത് അവിടെ തന്നെ നിൽക്കുന്നു. അത് കണ്ടപ്പോൾ അയാൾ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ബിസ്ക്കറ്റ് പാക്കറ്റും തുറന്ന് പൂച്ചയ്ക്ക് നൽകി. മുഴുവനും നൽകിയ ശേഷം ആ പൂച്ചയോട് ചോദിച്ചു, "നീ മാത്രം എന്താ എന്നെ കാത്തു നിന്നത്? നിൻ്റെ കൂട്ടുകാരൊക്കെ പോയല്ലോ." ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ പൂച്ച എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? ഒരുപക്ഷേ അതിൻ്റെ ഭാഷയിൽ അത് പറഞ്ഞു കാണും, "എത്ര താമസിച്ചാലും നിങ്ങൾ വരുമെന്നും പതിവ് പോലെ ഞങ്ങൾക്കുള്ള ഭക്ഷണം തരുമെന്നും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു." ഇങ്ങനെയായിരിക്കാം ഒരുപക്ഷേ ആ പൂച്ചയുടെ മറുപടി. എന്തുകൊണ്ടാവും പൂച്ച അവിടെ കാത്തു നിന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പൂച്ച കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ, അതും ഏറെ വൈകിയിട്ട് മറ്റുള്ള എല്ലാ പൂച്ചകളും പോയി കഴിഞ്ഞിട്ടും ഈ ഒരു പൂച്ച മാത്രം കാത്തു നിൽക്കുന്നു എങ്കിൽ അതിന് തീർച്ചയായിട്ടും ഈ മനുഷ്യനിലൊരു വിശ്വാസമുണ്ടായിരിക്കും. അങ്ങനെ ആ വിശ്വാസം കാരണമായിരിക്കും ഈ പൂച്ചയ്ക്ക് ഇത്രയും നേരം പിന്നെയും കാത്തു നിൽക്കാൻ തോന്നിയിട്ടുള്ളത്. ഇതാണ് വിശ്വാസം. ഒന്നിനെ വിശ്വസിക്കാൻ തീരുമാനിച്ചാൽ ഏതു കാര്യവും നാം പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. അത് ഈശ്വരനെ ആയാലും മനുഷ്യനെ ആയാലും ശരി. വിശ്വസിക്കാൻ തീരുമാനിച്ചാൽ പൂർണ്ണമായും വിശ്വസിക്കണം. എന്നാൽ ഇതിനൊരു അപവാദവുമുണ്ട്. ആരെയും കണ്ണുമടച്ചു വിശ്വസിക്കരുത് എന്നൊരു ധാരണ നമുക്ക് ഇടയിലുണ്ട്. പക്ഷെ ആ ധാരണയ്ക്ക് ചില പോരായ്മകളുണ്ട്. എല്ലാ ബന്ധങ്ങളും സംശയത്തിൻ്റെ വിത്തുപാകി മാത്രമേ ഉടലെടുക്കൂ. അപ്പോൾ ആത്മാർത്ഥതയോടെ പെരുമാറുന്നവർക്ക് പോലും അർഹിക്കുന്ന ബഹുമാനം ലഭിക്കില്ല. രണ്ടും കൽപ്പിച്ച് കൂടെ നിർത്തുന്നതും അപകടകരമാണ്. എല്ലാ ബന്ധങ്ങളിലും അതിൻ്റേതായ ന്യൂനതകളും സാഹചര്യങ്ങൾക്കനുസൃതമായ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. മനുഷ്യരുടെ സ്വഭാവത്തിലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ന്യൂനതകളും സാഹചര്യങ്ങൾക്കനുസൃതമായ സ്വഭാവ വ്യതിയാനങ്ങളും ഒക്കെ സംഭവിച്ചേക്കാം. അവയൊക്കെ തുരന്നു നോക്കി അതിൻ്റെ പേരിൽ ആളുകളെ അവിശ്വസിക്കുന്നതാണ് ബന്ധങ്ങളിലെ അപാകത. ചിലർ ഒരായുസ് മുഴുവൻ ഒപ്പം കൂടെ നിന്നാലും വിശ്വാസം എന്നത് ലവലേശമുണ്ടാകില്ല. പലരും ഒരു മനുഷ്യൻ്റെ അവരുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കാനോ അതിനു മുമ്പുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലെ പിന്തുണയെ സ്മരിക്കാനോ ഒന്നും തയ്യാറാകില്ല. തങ്ങളുടെ ആ തത്സമയത്തുണ്ടാകുന്ന മനോനിലയ്ക്കനുസരിച്ചേ എല്ലാവരും പ്രവർത്തിക്കൂ. ദുർബല നിമിഷങ്ങളിൽ ആരെയും കണക്കിലെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകാം. അത്തരം സന്ദർഭങ്ങളെ ആദരവോടെ കാണുക എന്നതു മാത്രമാണ് ഇവിടെ മാർഗം. അവിശ്വസിക്കാനുള്ള 1000 കാരണങ്ങൾ കണ്ടെത്താൻ എല്ലാവർക്കും കഴിയും. പക്ഷേ വിശ്വസിക്കാനുള്ള ഒരു കാരണമെങ്കിലും ഉണ്ടോ എന്നതിലാണ് കാര്യം. നമ്മൾ സാധാരണ പറയാറുണ്ട്, 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും വേണ്ടില്ല, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ ഇടയാകരുത്. ഇതാണ് സാധാരണ
നിയമസംഹിതകളിലൊക്കെ സൂചിപ്പിക്കുക. പക്ഷേ മനുഷ്യരുടെ കാര്യം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അവനവൻ്റെ മനോനിലയ്ക്കനുസരിച്ച് വിശ്വാസങ്ങളെ മാറ്റുകയും മറിക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഈശ്വരനിലുള്ള വിശ്വാസം പോലും കാലാകാലങ്ങളിൽ അവൻ ഉപേക്ഷിക്കുന്നു, ആവശ്യമുള്ളപ്പോൾ സ്വീകരിക്കുന്നു. സ്വന്തം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായൊരു ടൂളായിട്ട് അവൻ ദൈവത്തെ കാണുന്നു. അതിനു വേണ്ടിയിട്ട് മാത്രമുള്ള വിശ്വാസമാണ് അവന് ദൈവത്തോടുണ്ടാകുക. ഇവിടെയാണ് സാധാരണ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മൃഗങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ അവർ ഏതവസ്ഥയിലും നമ്മളെ തന്നെ വിശ്വസിക്കും. ഏറ്റവും നല്ല ഉദാഹരണമാണ് നായകളെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ഒരു നേരത്തെ ആഹാരം അതിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആ നന്ദിയും കടപ്പാടും ഒരായുസ് മുഴുവൻ അത് കാണിക്കും നമ്മളോട്. അതുപോലെയാണ് വേണ്ടതും. ഈശ്വരനിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആയുസ് ഒടുങ്ങുന്നിടം വരെ അത് ഈശ്വരൻ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് തന്നേക്കാം. പക്ഷേ വിശ്വാസം അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ജീവിതകാലം മുഴുവൻ ആ വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുന്നവന് എന്നെങ്കിലും ഒരിക്കൽ അതിനുള്ള യഥാർത്ഥ പ്രതിഫലം ഈശ്വരൻ തരും എന്നതിന് ഒരു സംശയവുമില്ല. ഫലം ഇച്ഛിക്കാതെ കർമ്മങ്ങൾ ചെയ്യുക, അതിനുള്ള ഫലം എന്നായാലും ഈശ്വരൻ തരും. അതിൽ സംശയം വേണ്ട. വിശ്വാസം എപ്പോഴും കൂടെ കരുതുക. അത് നമുക്കൊരു ശക്തിയാണ്, പ്രത്യേകിച്ചും ഈശ്വരനിലുള്ള വിശ്വാസം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു.